നമസ്കാരം. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങിയിരിക്കുകയാണെന്ന് അന്താരാഷ്ട്ര രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. പോളണ്ടിന്റെ ആകാശാതിർത്തി ലംഘിച്ച് റഷ്യൻ ഡ്രോണുകൾ രാജ്യത്ത് പ്രവേശിച്ചത് അതിന്റെ ഭാഗമായി അവർ കാണുന്നു. അതിനിടയിൽ റഷ്യയും സഖ്യരാജ്യമായ ബെലാറസും ചേർന്ന് നടത്തുന്ന സ്പാഡ് 2025 എന്ന സംയുക്ത സൈനിക പരിശീലനത്തെ നേരിടാൻ 40,000 സൈനികരെയാണ് പോളണ്ട് അതിർത്തിയിലേക്ക് അയച്ചിരിക്കുന്നത്. മാത്രമല്ല, രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം പാശ്ചാത്യ സഖ്യം ഇതാദ്യമായി യുദ്ധത്തോട് ഇത്രയും അടുത്തെത്തിയിരിക്കുകയാണെന്ന് പോളണ്ട് പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്ക് മുന്നറിയിപ്പും നൽകിയിരിക്കുകയാണ്. റഷ്യയും ബെലാറസും സംയുക്തമായി നടത്തുന്ന സൈനിക പരിശീലനം അത്യന്തം പ്രകോപനകരമാണെന്നാണ് ടസ്ക് പറയുന്നത്. കൂടുതൽ സംഘർഷഭരിതമായ അന്തരീക്ഷം ഒഴിവാക്കുന്നതിനായി ബെലാറസിനോട് ചേർന്നുള്ള പോളണ്ടിന്റെ അതിർത്തി അടച്ചിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി സ്പഡ് 2025 ആയിട്ട് പോളണ്ട് തയ്യാറെടുക്കുകയായിരുന്നു എന്ന് ദേശീയ പ്രതിരോധ ഉപമന്ത്രി സസാറി ടോംസിക്ക് പറഞ്ഞു. പോളിഷ് നാറ്റോ സൈനിക സ്പാഡ് 2025 അനുയോജ്യമായ രീതിയിൽ പ്രതികരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. യുക്രൈൻ യുദ്ധം ആരംഭിച്ചത് ഇതുപോലൊരു സൈനിക പരിശീലനത്തോടെയാണ്. അതുകൊണ്ട് തന്നെ പോളണ്ട് എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ഇന്നു മുതൽ വരുന്ന ചൊവ്വാഴ്ച സെപ്റ്റംബർ 16 വരെയാണ് പോളണ്ടിന്റെയും ലിത്വാനിയയുടെയും അതിർത്തിക്ക് സമീപമായി റഷ്യയും ബെലാറസും സ്പാഡ് 2025 നടത്തുന്നത്. ഏതാണ്ട് 4 വർഷം കൂടുമ്പോഴാണ് ഇത്തരത്തിലുള്ള സൈനിക പരിശീലനം നടക്കാറുള്ളത്. 2021 പരിശീലന സമയത്ത് ബെലാറസിൽ വലിയ തോതിൽ റഷ്യ സൈനിക വിന്യാസം നടത്തിയിരുന്നു. ഏതാനും മാസങ്ങൾക്ക് ശേഷം ഈ സൈനികരെ ഉപയോഗിച്ചാണ് റഷ്യ യുക്രൈൻ അധിനിവേശം നടത്തിയത്. ഇത്തവണത്തെ സൈനിക പരിശീലനത്തിന്റെ മറവിലും റഷ്യ വൻതോതിൽ സൈനിക വിന്യാസം നടത്താൻ ഇടയുണ്ടെന്നാണ് ഒരു മുൻ നാറ്റോ ഉദ്യോഗസ്ഥൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. സംഘർഷഭരിതമായ അന്തരീക്ഷം നിലനിൽക്കുന്നതിനിടയിലാണ് കഴിഞ്ഞ ചൊവ്വാഴ്ചയും ബുധനാഴ്ചയുമായി 19 റഷ്യൻ ഡ്രോണുകൾ പോളണ്ടിന്റെ ആകാശാതിർത്തി ലംഘിച്ച് കയറിയത്. ഇതോടെ നാറ്റോ ആരംഭിച്ചതിനു ശേഷം 8ാം തവണ ടസ്ക് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റിയുടെ ആർട്ടിക്കിൾ 4 പ്രയോഗിച്ചിട്ടുണ്ട്. സഖ്യരാജ്യങ്ങളുടെ സുരക്ഷയും പരമാധികാരവും നിലനിർത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് ആർട്ടിക്കിൾ 4 പ്രയോഗത്തിൽ വരുന്നതിലൂടെയാണ്. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലും ഇക്കാര്യം ചർച്ച ചെയ്യുന്നതിനായി ഒരു അടിയന്തര യോഗം ചേരുന്നുണ്ട്. അതേസമയം ഡ്രോണുകൾ അതിർത്തി ലംഘിച്ച കാര്യം റഷ്യ നിഷേധിക്കുകയാണ്. പടിഞ്ഞാറൻ യുക്രൈനിലെ സൈനിക ആസ്ഥാനങ്ങൾ തങ്ങൾ ഡ്രോണുകൾ ഉപയോഗിച്ച് തകർത്തെന്നും പോളണ്ടിനെ ഒരിക്കലും ലക്ഷ്യം വെച്ചിട്ടില്ലെന്നും റഷ്യ പറയുന്നു. അതേസമയം റഷ്യയുടെ അധീനതയിലുള്ള യുക്രൈൻ പ്രദേശത്തു നിന്നാണ് ഡ്രോണുകൾ വന്നതെന്ന് പോളണ്ടും പറയുന്നുണ്ട്. സൈനിക പരിശീലനത്തിൽ പരമാവധി 13,000 പേർ മാത്രമായിരിക്കും പങ്കെടുക്കുക എന്നാണ് റഷ്യ പറയുന്നത്. അതേസമയം പരിശീലനത്തിൽ നിരീക്ഷകരായി നാറ്റോ പ്രതിനിധികളെയും ക്ഷണിക്കുമെന്ന് ബെലാറസും വ്യക്തമാക്കിയിരുന്നു. അതിനിടയിൽ വ്ളാഡിമിർ പുടിൻ മനഃപൂർവ്വമായോ അറിയാതെയോ യാത്രാവിമാനം വെടിവെച്ചിടാൻ സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. യൂറോപ്പിലൂടെ പറക്കുന്ന വിമാനങ്ങളെയാകും ലക്ഷ്യം വയ്ക്കുക. നാറ്റോ എയർക്രാഫ്റ്റുകളുടെ സഹായത്തോടെ തങ്ങളുടെ ആകാശാതിർത്തിയിലെത്തിയ ഡ്രോണുകളെ പോളണ്ട് വെടിവെച്ചിട്ടതിനെ തുടർന്ന് പോളണ്ടിലേക്കുള്ള വിമാനയാത്ര നേരിടുന്ന വെല്ലുവിളി എയർലൈൻ കമ്പനികൾ വിശകലനം ചെയ്യണമെന്ന് വിദഗ്ധർ നിർദ്ദേശിക്കുന്നുണ്ട്. റഷ്യൻ യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇതാദ്യമായിട്ടാണ് പാശ്ചാത്യ സഖ്യം റഷ്യയ്ക്ക് നേരെ വെടിയുതിർക്കുന്നത്. അതിനിടയിൽ പ്ലാനറ്റ് ലാബ്സ് നൽകുന്ന ഉപഗ്രഹ ചിത്രങ്ങൾ ബെലാറസിൽ അതിർത്തിയോട് ചേർന്ന സൈനിക കേന്ദ്രങ്ങൾ നിർമ്മിക്കുന്നത് കാണിക്കുന്നുണ്ട്. നേരത്തെ സോവിയറ്റ് യൂണിയന്റെ കാലത്ത് ആണവായുധങ്ങൾ സംഭരിക്കാൻ ഉപയോഗിച്ചിരുന്ന മിൻസ്കിലെ ഒരു സൈറ്റിൽ പുനർനിർമ്മാണം നടക്കുന്നതായി ഓഗസ്റ്റിൽ റിപ്പോർട്ടുകൾ വന്നിരുന്നു.